നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണ്. രാവിലെ വേദയെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലാണ്. ഇന്ന് ഞാൻ വേദയ്ക്കൊരു ഹെൽത്തി ലഞ്ചാണ് കൊടുത്തു വിടുന്നത്. ഒപ്പം നിങ്ങൾക്ക് ആ റെസിപ്പിയും കാണിച്ചു തരാം. ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഒരു 90% ഹെൽത്തിയാണ്, ഒരു 10% അൺഹെൽത്തി ആട്ടോ. ഓക്കെ, അൺഹെൽത്തി എന്ന് പറയാൻ അതിൽ ടൊമാറ്റോ സോസും സോയ സോസും ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ അൺഹെൽത്തി എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. ചപ്പാത്തി നൂഡിൽസ് എന്നോ എന്തെങ്കിലുമൊക്കെ നമുക്കിടാം. ചപ്പാത്തി നൂഡിൽസ് എന്ന് തന്നെ ഇരിക്കട്ടെ. ആ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ലെഫ്റ്റ് ഓവർ ചപ്പാത്തീസ്, ലെഫ്റ്റ് ഓവർ പൊറോട്ട, ലെഫ്റ്റ് ഓവർ ഇടിയപ്പം, ഇതെല്ലാം ഈ ഒരു സെയിം റെസിപ്പി. പിന്നെ ചിലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ വേറെ അതിൽ ചെറിയ ചേഞ്ചൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വേദ കഴിക്കാറുണ്ട്. ഇന്ന് രാവിലെ 5:45 അലാം വെച്ചിട്ട് എനിക്ക് എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ 5-6 ദിവസം, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, 5 ദിവസം കൊണ്ട് സുഖം ഉറക്കമാണ്. 8-9 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത് കേട്ടോ. അതങ്ങ് ശീലമായി. അപ്പോൾ ഇന്ന് രാവിലെ അലാം വെച്ചപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ വയ്യ. അലാം ഓഫ് ചെയ്യാൻ പോലും എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ക്ഷീണമായിരുന്നു കേട്ടോ. ഓക്കെ, ഇന്നിപ്പോൾ ചിലപ്പോൾ പൊറോട്ടയിലൊക്കെ ഞാനിത് ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ ചപ്പാത്തിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ആക്ച്വലി ഇന്നലെ ഏട്ടൻ ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്നു. എനിക്കും ഏട്ടനും കൂടെ കണക്കാക്കിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ പുട്ട് അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വൈകിട്ട് കഴിച്ചില്ല. അപ്പോൾ ആ ചപ്പാത്തി ബാക്കി വന്നു. അപ്പോൾ അതിൽ പരീക്ഷണമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, നെയ്യ് ഒഴിക്കുക. നെയ്യിലേൽ വെളിച്ചെണ്ണ ആയാലും മതി. പിന്നെ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്ത് വേണേലും ഒഴിക്കാം. നെയ്യ് ഒഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതല്ലേ, കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കും, കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് നെയ്യ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ സവോളയും ക്യാരറ്റും ക്യാപ്സിക്കവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രൊക്കോളി ഉണ്ടായിരുന്നു, അത് പക്ഷേ ഞാൻ ഓർമ്മിച്ചില്ല. ബ്രൊക്കോളിയോ ക്യാബേജോ മഷ്റൂമോ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. വെളുത്തുള്ളി മസ്റ്റായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആ സവോളയുടെ കൂട്ടത്ത് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇത് മൂന്നുമാണുള്ളത്. ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള, കുറച്ച് വെളുത്തുള്ളി. നമ്മൾ ഈ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓൾമോസ്റ്റ് നമ്മൾ നൂഡിൽസ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം റെസിപ്പി തന്നെയാണ്. സോ ചൂടായ നെയ്യിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇടുക. വെളുത്തുള്ളിയുടെ ഇടുക, ഇഞ്ചി വേണ്ട കേട്ടോ, വെളുത്തുള്ളി മാത്രം മതി. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തിട്ട് നെയ്യിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് വഴണ്ട, അങ്ങനെയൊന്നും വരണ്ട. ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഈ വെജിറ്റബിൾസിൻ്റെ കളറ് പെട്ടെന്ന് പോവാതിരിക്കും. ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴാണ് വെജിറ്റബിൾസിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര ഇട്ടാൽ നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റും ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ ഷുഗർ ഇട്ടാൽ. അപ്പോൾ ഒരുപാടായിപ്പോയാൽ നമ്മളുണ്ടാക്കുന്ന ആ ഫുഡിന് ഷുഗർ മധുരമായിരിക്കും. അതുകൊണ്ട് ഒരു ലേശം ആ ഒരു പച്ച കളറ് മാറാതിരിക്കാൻ നമ്മൾ ഷുഗർ ഇടുന്നത് നല്ലതായിരിക്കും. ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു ഗ്രീനിഷ് കളറൊക്കെ അതുപോലെ അങ്ങനെ ആ ഒരു ഫ്രഷ് കളർ അതിലങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നെയ്യൊഴിച്ചു, വെജിറ്റബിൾസ് ഇട്ടു, വെളുത്തുള്ളി മറക്കാണ്ടിടുക, വെളുത്തുള്ളിയുടെ ഫ്ലേവർ വേണം. ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് കുറച്ച് ഷുഗറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. വാട്ടുകയൊന്നും വേണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ സമയം നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അതിലേക്ക് ശകലം കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. ഈ വെജിറ്റബിൾസിനൊന്ന് നീക്കി വെച്ചിട്ട് നടുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കിയെടുക്കാം. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ വേവിച്ചത് കുരുമുളക് ഉപ്പ് ഇട്ട് വേവിച്ചത് വേണമെങ്കിൽ എൻ്റെ കൂട്ടത്ത് ആഡ് ചെയ്യാം. ഇതൊന്നും ഞാൻ ഇടുന്നില്ല. ഇന്ന് വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ വേദയ്ക്ക് ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കരുതി പുട്ടുണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ പുട്ടിന് മാവ് നനയ്ക്കാണ്. കുറച്ച് ഗോതമ്പ് മാവ് ഇന്നലെ പുട്ടിന് നനച്ചതിരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്ത് കുറച്ച് അരിമാവ് കൂടി ഇട്ടിട്ട് ഗോതമ്പും അരിമാവും കൂടെ മിക്സ് ആയിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ വാങ്ങിച്ച പോത്തുകറി കുക്കറിൽ ഇതുപോലെ ഇരിപ്പുണ്ട് കുറച്ച്. അപ്പോൾ പോത്തുകറിയും പുട്ടും നല്ല കോമ്പിനേഷനാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അതാണ്. ഇത് വേദയ്ക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനാണ്. അപ്പോൾ വേദയ്ക്ക് പുട്ട് വേണമെങ്കിൽ പുട്ടും കഴിക്കാം, ഈ ചപ്പാത്തി നൂഡിൽസ് വേണമെങ്കിൽ അതും കഴിക്കാം. രണ്ടും ഉണ്ട് ഓപ്ഷൻ. ഇന്നിപ്പോൾ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുട്ട് വേവിക്കാനായിട്ട് നിന്നത്. അല്ലെങ്കിൽ ഇത് തന്നെ ഞാൻ വേദയ്ക്ക് കൊടുത്ത് വിടും കേട്ടോ, ചപ്പാത്തി നൂഡിൽസ്. അങ്ങനെ പുട്ടിന് ചൂടുവെള്ളം ഒഴിച്ച് മാവ് നനച്ച് അങ്ങനെ മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ മാവിൻ്റെ ആ ചൂടെല്ലാം മാറി അങ്ങനെ ഇരിക്കും. ആ സമയം കൊണ്ട് എനിക്കിവിടെ എൻ്റെ ചപ്പാത്തി നൂഡിൽസ് സെറ്റാക്കണം. അപ്പോൾ വെജിറ്റബിൾസ് ആവശ്യത്തിൽ കൂടുതൽ വഴണ്ട കേട്ടോ. ഇത്രയൊന്നും വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം അങ്ങ് വഴട്ടില്ലല്ലോ. ഒന്ന് ആ ഒരു റോ ടേസ്റ്റ് മാറാനായിട്ട് ഒന്ന് സോട്ട് ചെയ്യലേ ഉള്ളൂ. അത്രയും ചെയ്താൽ മതിയേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനീഗർ ഇല്ലെങ്കിൽ ഒരു ഹാഫ് ലൈം ജ്യൂസ് ഒഴിച്ചാലും മതി. നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗർ, ഏത് വേണം. ഇത് രണ്ടിലും ഏത് വേണേലും ഒഴിക്കാം കേട്ടോ. കുറച്ച് വിനീഗർ ഒഴിക്കുകയാണ്.
ഓൾസോ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും ഒഴിക്കുകയാണ്. സോയാ സോസൊക്കെ അധികമായാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ അതിനനുസരിച്ചിട്ട് സോയാ സോസ് ഒഴിക്കുക. എനിക്കിതിൻ്റെ ഒന്നും കണക്ക് പറയാനായിട്ട് അറിയത്തില്ല. ഇപ്പം നമ്മൾ നൂഡിൽസോ ഫ്രൈഡ് റൈസോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സോയാ സോസ് മാത്രം ഒഴിച്ചാൽ മതി, ടൊമാറ്റോ സോസ് ഒഴിക്കത്തില്ല. ടൊമാറ്റോ സോസും വളരെ കുറച്ച് ഒഴിച്ചാൽ മതി, അധികം ഒന്നും ഒഴിക്കേണ്ട, എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും കേട്ടോ. ഇപ്പോൾ ഫ്രൈഡ് റൈസും നൂഡിൽസും ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിക്കേണ്ട ആവശ്യമില്ല, സോയാ സോസ് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് കുരുമുളക് പൊടി ഇടുക. അതിനെക്കാട്ടി മെയിൻ ഇൻഗ്രീഡിയൻ്റ്, അപ്പോൾ നമ്മൾ നൂഡിൽസോ ഫ്രൈഡ് റൈസോ ഉണ്ടാക്കുമ്പോൾ അവർ കറക്റ്റ് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് വേണമെങ്കിൽ നല്ലെണ്ണ മസ്റ്റായിട്ട് വേണം. നല്ലെണ്ണ ഒഴിച്ചാണ് സാധാരണ ചൈനീസൊക്കെ കുക്ക് ചെയ്യുന്നത്. ചൈനീസ് ഡിഷ് നെയ്യൊന്നും ഒഴിച്ചല്ല കേട്ടോ കുക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ നല്ലെണ്ണയുടെ കുത്തലങ്ങ് അധികം പിടിക്കില്ല. പക്ഷെ ആ കറക്റ്റ് ഒരു ഫ്രൈഡ് റൈസിൻ്റെയോ നൂഡിൽസിൻ്റെയൊക്കെ ഒതൻറ്റിക് ടേസ്റ്റ് വേണമെങ്കിൽ മസ്റ്റായിട്ടും നല്ലെണ്ണ ഒഴിക്കുക. ഇത് നല്ലെണ്ണയാണ്, ജസ്റ്റ് ഞാനൊന്ന് സ്പ്രേ ചെയ്യുകയാണ്, ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ. നല്ലെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ നമുക്ക് ആ ഒരു ടേസ്റ്റ് പിടിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ്, നെയ്യിൽ വെജിറ്റബിൾസ് ഇട്ടു, ഉപ്പിട്ടു, പഞ്ചസാര ഇട്ടു, പിന്നെ കുറച്ച് വിനീഗർ ഇട്ടു, പിന്നെ കുരുമുളക് ഇട്ടു, സോയാ സോസ് ഒഴിച്ചു, ടൊമാറ്റോ സോസ് ഒഴിച്ചു. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഒഴിച്ചാൽ വേറെ കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചത്. ഇങ്ങനെ ചപ്പാത്തി, നൂഡിൽസ്, പൊറോട്ടയൊക്കെ ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ട് ഇടാറുണ്ട്. അപ്പോൾ അതിൽ ടൊമാറ്റോ സോസ് കൂടി ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആട്ടോ, അതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് കൂടി ഇടാൻ പറഞ്ഞത്. എന്നിട്ട് ചപ്പാത്തിയോ പൊറോട്ടയോ ഇടിയപ്പോ എന്താണോ ഉള്ളത് അതിനെ ഈ ഒരു സൈസിൽ ഒരു നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ ചപ്പാത്തി ആണെങ്കിൽ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തു, പൊറോട്ട ആണെങ്കിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇന്നലെ ഫ്രിഡ്ജിലിരുന്ന ചപ്പാത്തിയാണ്. അപ്പോൾ ആ ഒരു ഫ്രിഡ്ജിലിരുന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറാനായിട്ട് ചൂട് കൊള്ളുമ്പോൾ അതങ്ങ് കുഴങ്ങി വരും. ആ ഒരു പരുവമാകുമ്പോൾ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് റെഡി. 5 മിനിറ്റ് കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ട്. 5 മിനിറ്റും വേണ്ട. വെജിറ്റബിൾസ് കട്ട് ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാട്ടോ. ഇന്നിപ്പോൾ കട്ട് ചെയ്തത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ള 2 മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോയാ സോസും ടൊമാറ്റോ സോസും ആണ്. അത് അത്രയും അൺഹെൽത്തി ആണോ എന്ന് വെച്ചാൽ അല്ല, വളരെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുണ്ടാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ. വേദയ്ക്ക് ഇഷ്ടമാണ്, വേദ കഴിക്കും. മിക്കവാറും ഇവിടെ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ വരുന്നത്, ബാക്കി വരുന്നത് വേദയ്ക്ക് ഇത് തന്നെയാണ് ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഞാൻ കൊടുത്തു വിടാറുള്ളത്. പൊറോട്ട ഹെൽത്തിയാണെന്ന് ഞാൻ പറയില്ല, ചപ്പാത്തി ആകുമ്പോൾ ഹെൽത്തി തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ ഒരു ഭംഗിയും വരും, ആ ഒരു ടേസ്റ്റ് മാറും കേട്ടോ. ചിലർക്ക് മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറൊന്നും ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇതിപ്പോൾ കുട്ടികൾക്ക് തന്നെ കഴിക്കണമെന്നില്ല, വലിയവർക്കും കഴിക്കാം. വലിയവരുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാം. വർക്കിംഗ് ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാം. അല്ലാതെ നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ലഞ്ചായിട്ട് കഴിക്കാം. ഹെൽത്തി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇത് അറിയാവുന്നവരുണ്ടാവും, ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ വേദയുടെ ഹെൽത്തി ലഞ്ച് ബോക്സ്. ഇതിപ്പോൾ ലെഫ്റ്റ് ഓവർ ചപ്പാത്തി തന്നെ വേണമെന്നില്ല. നമ്മളിൽ ചപ്പാത്തി പരത്തിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾ അങ്ങനെ കഴിക്കുമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലും മതി കേട്ടോ. ഇടിയപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതാണ്. പക്ഷേ ഇടിയപ്പം അത്രയും ടേസ്റ്റ് ഞാൻ പറയില്ല. ചപ്പാത്തിയും പൊറോട്ടയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ സോയ സോസ് കൂടെ ഒഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. സോയ സോസ് ഒഴിച്ചില്ലെങ്കിൽ അത് നൂഡിൽസിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും. സോയ സോസ് കൂടെ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഇതായിരിക്കും. പിന്നെ ഗ്രീൻ ചില്ലിയോ റെഡ് ചില്ലിയോ സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാട്ടോ. ചില്ലി സോസൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ, ഞാനും കഴിക്കാറുണ്ട്. അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലി റെഡിയാവും കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാം. അവരുടെ ലഞ്ച് ബോക്സൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര റിച്ച് ആയിട്ടിരിക്കും. ഒരു കൊത്തു പൊറോട്ട ഫ്ലേവറൊക്കെ ഉണ്ട്. വേണമെങ്കിലേ മല്ലി, മുളക്, ഗരം മസാല ഒക്കെ ഇടാം, ചിക്കൻ മസാലയൊക്കെ ഇട്ടെടുക്കാം കേട്ടോ. വേദയ്ക്ക് അങ്ങനത്തെ മസാലകളോടൊന്നും വലിയ ടേസ്റ്റ് ഇഷ്ടമല്ല. ഈ സോസൊക്കെയാണ് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് സോസ് ഒഴിച്ചത്. അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് നമ്മളിട്ടു, കുറച്ച് ചിക്കൻ മസാലയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. സോ എന്തായാലും വേദയുടെ ലഞ്ച് ബോക്സ് റെഡി ആയ സ്ഥിതിക്ക് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ പുട്ടിന് മാവെല്ലാം നനച്ച് പുട്ട് വേവിക്കാൻ പോയപ്പോഴേക്കും വേദ വന്നു. ഒരു സൈഡിൽ ചായ കിടന്ന് തിളയ്ക്കാട്ടോ. അത് ഏട്ടന് വേണ്ടിയിട്ട് ചായ ഇടുന്നതാണ്. നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ചായ തിളച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം കൂട്ടി വെക്കും. അപ്പോൾ അത് തിളച്ച് വെറ്റി കറക്റ്റ് പരുവാകും കേട്ടോ. അപ്പോൾ അത്ര സമയം പോലും എടുത്തില്ല നമ്മൾ ആ നൂഡിൽസ് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അങ്ങനെ പുട്ടിന് മാവെല്ലാം നനച്ചുകൊണ്ട് പുട്ടുകുറ്റിക്കകത്താക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴേക്കും വേദ വന്നു. വേദയോട് പുട്ട് വേണോ ഇത് വേണോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ വേദയ്ക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നിപ്പോൾ ഏട്ടനുള്ളത് കൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിയത്, അല്ലെങ്കിൽ വേദയുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെ ആയിരുന്നേനെ. ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുപ്പത്ത് ഇട്ടതും അതങ്ങ് വാടി കുഴഞ്ഞു.
2 ചപ്പാത്തി കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ചപ്പാത്തി കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടാനുള്ളതാണ്. ഞാൻ കരുതി ഒരുപാട് ക്വാണ്ടിറ്റി ആയി പോകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടാത്തത്. പക്ഷേ അത് ചപ്പാത്തി ഇട്ടൊന്ന് ചൂടടിച്ചപ്പോഴേക്കും ആ ചപ്പാത്തി അങ്ങ് കുഴഞ്ഞ് വാടിപ്പോയി. കുറച്ചേ ആയുള്ളൂ. വെജിറ്റബിൾസ് ആയിരുന്നു കൂടുതൽ. പക്ഷേ കുഴപ്പമില്ല, വേദ കൊള്ളാമെന്ന് പറഞ്ഞ് കഴിച്ചായിരുന്നു. അങ്ങനെ വേദക്കുള്ള ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇതൊക്കെ ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പേര് ഞാനങ്ങ് തനിയെ ഇട്ടതാട്ടോ, ചപ്പാത്തി നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പൊറോട്ടയിലോ ചപ്പാത്തിയിലോ ഒക്കെ സെയിം റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ പുതിയൊരു നല്ല വിശേഷമായിട്ട് കാണാം. ചിലപ്പോൾ നമ്മൾ വേദയുടെ ലഞ്ച് ബോക്സ് ആയിരിക്കും നാളെയും കാണുന്നത്. നാളെ എന്തായിരിക്കും ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാൻ പ്ലാൻ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അത് തന്നെ ഞാൻ മിക്കവാറും നാളെ വേദയ്ക്ക് കൊടുത്തു വിടും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. ടാറ്റാ, ബൈ ബൈ.